സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ്. വരുന്ന 5 ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് വടക്കൻ കേരളത്തിലാവും ഒരു പക്ഷേ കൂടുതൽ മഴയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി, കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ എന്നിവർ ചേരും. കൊച്ചിയിൽ വലിയ മഴയില്ല, കോഴിക്കോട് വലിയ മഴയില്ല. ശാലിനിയിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു. ശാലിനി, കുടയൊക്കെ പിടിച്ചാണ് നിൽപ്പ്. മാത്രമല്ല തൊട്ടപ്പുറത്ത് മാലിന്യ കൂമ്പാരം നമ്മൾ അല്പം മുമ്പ് കണ്ടു. വലിയ മഴ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് എല്ലാവരും. പാമ്പ് നോക്കണം, കാൽ വഴുതരുത് എന്നൊക്കെ എല്ലാ പ്രേക്ഷകരും പറയുന്നുണ്ട്. നമസ്തേ പറയുന്നുണ്ട്. ശാലിനി, വലിയ മഴയാണോ? അലേർട്ടുകളും തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇല്ല എങ്കിൽ പോലും ശക്തമായ മഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും രാവിലെ മുതൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 3 മണിക്കൂറിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്പസമയത്തിനകം വന്ന മുന്നറിയിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം 5 ജില്ലകൾക്കാണ് ഇന്ന് ജാഗ്രതാ നിർദ്ദേശം ഈ മണിക്കൂറുകളിൽ പ്രധാനമായും നൽകിയിട്ടുള്ളത്. യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ്. വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുകൾ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാനുള്ള കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരളം, ലക്ഷദ്വീപ്, ഒപ്പം തന്നെ കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ നൽകുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വരുന്ന 3 മണിക്കൂറിൽ, അടുത്ത 3 മണിക്കൂറുള്ളിൽ എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നും ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾ, തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ മണിക്കൂറിൽ നൽകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മിന്നൽ ചുഴലിയൊക്കെ പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലകളിൽ താമസിക്കുന്നവരും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതീവ ജാഗ്രതയും മുൻകരുതലുകളും പാലിക്കണം എന്നുള്ളതാണ്. വീടുകളുടെ മേൽക്കൂരകൾ അടക്കം ഇളകിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. 10 മണിയോടുകൂടി അലേർട്ടുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ചക്രവാത ചുഴിയും ഒപ്പം തന്നെ കേരള തീരത്തും ഗുജറാത്ത് തീരം വരെ നിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയും ഒക്കെ തന്നെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള ദിവസങ്ങളാണ് ഇനി ഉള്ളത് എന്നുള്ളതാണ് സൂചന നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തലസ്ഥാനത്ത് പരക്കെ മഴ ലഭ്യമാകുന്നുണ്ട്. തീരദേശ മേഖലകളിലും പൊന്മുടി അടക്കമുള്ള മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സുധീഷ് നിൽക്കുന്നിടത്ത് മഴ ഇപ്പോൾ നിലവിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് രാവിലെ ഉള്ളതെന്ന് തോന്നുന്നു. എന്താണ് കാലാവസ്ഥ? അവിടെ മുന്നൊരുക്കങ്ങൾ ഉണ്ടോ? കൊച്ചിയെ സംബന്ധിച്ച് അത് വേണമല്ലോ. വീണ, ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയാണ് പ്രധാനമായും എറണാകുളം നഗരത്തിലടക്കവും അതോടൊപ്പം തന്നെ മധ്യകേരളത്തിലാകെ തന്നെയും അത്തരത്തിലൊരു ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി അല്പം ശമനം വന്നിട്ടുണ്ടെങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. തീർത്തും കറുത്ത മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ആകാശം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അടുത്ത മഴ പെയ്യാം എന്ന ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇടുക്കി ജില്ലയിലും മറ്റും ശക്തമായ മഴ തുടരുന്നു. അവിടെ ഇടുക്കി ഡാമിൻ്റെയും മറ്റും വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. അവിടെ ജലനിരപ്പ് 2357.75 അടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം ഇതേ തീയതിയിലേക്കാൾ 25 അടി കൂടുതലാണ്. ഇതേ സമയം തന്നെ ഇടുക്കി ഡാമിന് പുറമെ മുല്ലപ്പെരിയാർ ഡാമിൽ 128 അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ മൂലമറ്റത്ത് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ജലത്തിൻ്റെ അവിടേക്ക് ഒഴുകി മാറും എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത്. എന്നാൽ ശക്തമായ മഴ തുടരുന്നത് കൊണ്ട് തന്നെ പെരിയാറിലടക്കം അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലെ മറ്റ് ജില്ലകളെ നോക്കുമ്പോൾ പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളുടെ അടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു അപകടകരമായ ജലനിരപ്പിലേക്ക് ഈ നദികളിലൊന്നും തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം നിലവിലില്ല. എന്നാൽ ഈ വരും ദിവസങ്ങളിലെ മഴ എങ്ങനെയാവും എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ മറ്റ് ഒരു അപകട സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. എന്തു തന്നെയായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ
ഡാം കേന്ദ്രീകരിച്ചും ഒരു ഡാം തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ വൈദ്യുതി ഉൽപ്പാദനത്തിനും മറ്റും വർദ്ധിപ്പിച്ചുകൊണ്ടും ഇപ്പോൾ കൈകാര്യം ചെയ്തു വരുന്നതായാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുള്ളതും. വീണ. ഓക്കെ, ശരി സുധീഷ്.